ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 28-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 28. അവിടെ ദൈവം പുരോഹിതന്മാർക്കുള്ള ആ ഒരു ഔട്ട്ഫിറ്റ് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി ദൈവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഏത് തരത്തിലുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയും ദൈവം അവിടെ വ്യക്തമായിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ തന്നെ ദൈവം അവിടെ അവർക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് കമാൻഡ്മെൻറ്റ് എടുത്തപ്പോൾ ഏറ്റവും നല്ലത് തന്നെ അതിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ദൈവം അവരെ അതിനായിട്ട് കമാൻഡ്മെൻറ്റ് ദൈവം അവർക്ക് കൊടുത്തു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ അതൊരു ഡ്രസ്സല്ലേ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ എന്നുള്ളത്. ദൈവം ജനങ്ങളോട് പറയുന്നതിന് പകരം ഈ പുരോഹിതന്മാരാണ് ദൈവമായിട്ടുള്ള ബന്ധം. ദൈവവും ഈ മനുഷ്യരും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ് ഈ പുരോഹിതന്മാർ. അപ്പോൾ അവർക്ക് അത്ര വലിയ സ്ഥാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ മനുഷ്യരുടെ മധ്യസ്ഥരായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അത്ര വലിയ സ്ഥാനമായതുകൊണ്ട് തന്നെ ആ ഒരു പവറിനെ ആ ഒരു ബ്യൂട്ടിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ദൈവം അത്ര ഏറ്റവും നല്ല മെറ്റീരിയൽ കൊണ്ടുള്ള ഔട്ട്ഫിറ്റ് അവർക്ക് വേണം എന്നുള്ള ദൈവം അവിടെ പറയുകയും ചെയ്യുന്നു. അത് ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ദൈവം അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വേണം എന്ന് ദൈവം അവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതല്ല, വ്യക്തമായിട്ട് അവർക്ക് ദൈവം അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അഹരോൻ്റെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവരുടെ 3 കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. അവരെ അവിടെ അനോയിൻറ്റ് ചെയ്യണം, അവിടെ നിന്ന് കോൺസെക്രേറ്റ് ചെയ്യണം, പിന്നെ അവർക്ക് സാങ്ക്ടിഫിക്കേഷൻ വേണം. എന്നുവെച്ചാൽ അവർക്കൊരു അഭിഷേകം വേണം, പിന്നെ ഒരു വേർപാട് വേണം, പിന്നീട് ശുദ്ധീകരണം അത് വേണമെന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു അനോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കോളാണ് ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നുമുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോളാണ് വിശ്വാസികളെ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം അതൊരു അനോയിൻമെൻറ്റ് എന്ന രീതിയിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും. പിന്നീടുള്ളത് കോൺസെക്രേഷൻ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഒരു വേർപാട്. നമ്മൾ ജാതികളുള്ള പോലെ ജാതികൾ എങ്ങനെയാണ് ഇടപെടുന്നത് അതുപോലെ എല്ലാം നമ്മൾ ഇടപെടേണ്ടത്. അവരിൽ നിന്നും നമുക്കൊരു വേർപാട് നമുക്ക് വേണം എന്നുള്ളൊരു കാര്യം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ആ വേർപാടില്ലെങ്കിൽ നമ്മളും ജാതിയും തമ്മിൽ പ്രത്യേക വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജാതികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരിൽ എന്തൊക്കെയാണ് ചിന്താഗതി, അവരെന്തൊക്കെയാണ് പ്രവർത്തികൾ, അതിൽ നിന്നൊരു വേർപാട് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളത് അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പാപം ചെയ്യാൻ വളരെ പ്രോണാണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും പാപം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ നമ്മൾ പാപം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സാങ്ക്ടിഫിക്കേഷൻ എപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യം ദൈവം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുതിയ യേശു കർത്താവിനെ പറഞ്ഞല്ലോ, ശിഷ്യന്മാരുടെ കാര്യം വരുമ്പോൾ ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ പത്രോസ് പറഞ്ഞു എന്നാൽ പിന്നെ എന്നെ മുഴുവനായിട്ട് കഴുകാനെന്ന് പറഞ്ഞപ്പോൾ അവിടെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, കുളിച്ചിരിക്കുന്നവന് മുഴുവനായിട്ട് പിന്നെയും കഴുകേണ്ട, കാല് മാത്രം കഴുകിയാൽ മതി. അപ്പോൾ കാലാണ് ഒരു അഴുക്കുമായിട്ട് എക്സ്പോസ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ കാല് കഴുകുക എന്നുള്ളതിൽ അതാണ് ദൈവം അവിടെ യേശു കർത്താവ് അവിടെ പ്രിൻസിപ്പിൾ അതായിരുന്നു കാണിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ഒരർത്ഥം എന്നുള്ളത് നമ്മളെപ്പോഴും പാപം ചെയ്യാൻ പ്രോണാണ്, നമ്മളെപ്പോഴും വേണമെങ്കിലും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വിശദീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിശദീകരിക്കുക സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സല്ല. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ വിശ്വാസികളിൽ നിന്ന് ദൈവം ആദരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ ദൈവം ചെയ്യുന്ന അനോയിൻമെൻറ്റ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ സെപ്പറേഷനുണ്ട്, മറ്റുള്ള ജാതികളിൽ നിന്നും ഒരു സെപ്പറേഷനുണ്ട്. അവരുടെ ജാതികളായിട്ടുള്ളവരുടെ ചിന്തയിൽ നിന്നും അവരുടെ പ്രവർത്തികളിൽ നിന്നൊക്കെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷനുണ്ട്. അതുപോലെ ഫുൾ ടൈം
കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടൊരു സാങ്ക്ടിഫിക്കേഷനുമുണ്ട്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.